അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. റേഡിയോ ഇസ്ലാം ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന സീരീസിലെ മൂന്നാമത്തെ എപ്പിസോഡിലാണ് നമ്മളിന്ന് സംഗമിച്ചിരിക്കുന്നത്. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഈ പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നതാണല്ലോ. അതിൽ ഇന്ന് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ ഭാര്യയായ സൗദ ബിൻത്ത് സമഅ് എന്നിവരെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവരെങ്ങനെയാണ് പ്രവാചകൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. എന്ന് പറഞ്ഞാൽ സൗദ റളിയല്ലാഹു അൻഹ ആദ്യം കല്യാണം കഴിച്ചത് സക്രാൻ ബിനു അംർ എന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹവും അവരും നല്ല ഒരു ജീവിതം ആരംഭിച്ചു, ദാമ്പത്യ ജീവിതത്തിലേക്ക് എത്തി. അങ്ങനെ അവരങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിൻ്റെ ദൗത്യമായിട്ട് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞ സമയത്ത് അവരും അതിൽ ആകൃഷ്ടരാകുകയും അങ്ങനെ അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയൊക്കെ ചെയ്തു. അവർ മക്കയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് ഇസ്ലാം മതം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെയുള്ള പാരമ്പര്യ മതത്തിനെയൊക്കെ തള്ളിയിട്ട് പുതിയൊരു മതം സ്വീകരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ചില ഒച്ചപ്പാടുകളുണ്ടല്ലോ. അതൊക്കെ നേരത്തെ പലരും അനുഭവിച്ചതാണ്. പല രീതിയിലുള്ള ആക്രമണങ്ങൾക്കും ക്രൂരതകൾക്കും ഒക്കെ പലരും ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ വിധേയരായിട്ടുണ്ട് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണല്ലോ. അതുപോലെ തന്നെ സൗദ റളിയല്ലാഹു അൻഹയ്ക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അവരുടെ ഭർത്താവിനും ഇങ്ങനെയൊക്കെയുള്ള ചില ക്രൂരമർദ്ദനങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ വീട്ടുകാരും നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും തള്ളിപ്പറയുകയും പല രീതിയിലുള്ള ആക്രമണങ്ങൾ അവർക്ക് നേരെ അഴിച്ചുവിടുകയൊക്കെ ചെയ്തു. എന്നാലും അവരെ ആശ്വസിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം സഹിക്കുന്നത് എന്ന് ഓർത്തിട്ട് അവർക്ക് ആശ്വാസം കൊള്ളുകയാണ്. എന്ന് പറഞ്ഞാൽ സംരക്ഷകനായിട്ട് ഭർത്താവുമുണ്ട്, കൂടാതെ അള്ളയുമുണ്ട്, പിന്നെ ആരെ പേടിക്കണം. അങ്ങനെ അവരതിൽ ആ ഒരു മതത്തിൽ അങ്ങനെ ഉറച്ചു നിന്നു. അപ്പോഴാണ് ഇങ്ങനെ അതായത് മക്കയിൽ ആർക്കും തന്നെ ഒരു നിക്കക്കള്ളിയില്ല. എല്ലാവരും വളരെ ക്രൂരമായി അള്ളാഹുവിൻ്റെ ആ മതം എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നൊരവസ്ഥ വന്നപ്പോഴാണ് ഇവരോട് അബിസീനിയയിലേക്ക് യാത്ര പോകാൻ വേണ്ടിയിട്ട് കൽപ്പന വരുന്നത്. അങ്ങനെ നമ്മുടെ സൗദ റളിയല്ലാഹു അൻഹയും അവരുടെ ഭർത്താവും അബിസീനിയയിലേക്ക് മതം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പിറന്ന നാടും വീടും എല്ലാം കുടുംബക്കാരെയും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ചിട്ട് അള്ളാഹുവിൻ്റെ വഴിയിൽ അവർ യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ അവർ പോയി അബ്സീനിയയിലേക്ക് പോയി. അവിടെ വെച്ചിട്ട് അവിടെ ആ രാജ്യത്ത് വ്യത്യസ്ത ഭാഷ, വ്യത്യസ്ത മതം, വ്യത്യസ്ത വേഷം, സംസ്കാരം ഇതിലെല്ലാം അവർ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ എല്ലാ യാതനകളും സന്തോഷമാണെങ്കിൽ അത്, വിഷമമാണെങ്കിൽ അത് എല്ലാം സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ മതം സംരക്ഷിക്കുക, തങ്ങളുടെ മതം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ അവർ ജീവിതം ആരംഭിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് മക്കയിൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള ഹംസ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത പരക്കുകയും അതുകൊണ്ട് അതായത് നല്ല ശക്തന്മാരായിട്ടുള്ള ഈ രണ്ടു പേരും ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ മക്കയിലുണ്ടായിരുന്ന ചില ആക്രമണങ്ങൾക്കും ക്രൂരതകൾക്കും മർദ്ദനങ്ങൾക്കും ഒക്കെ ഒരു പരിധി വരെ ആശ്വാസം വന്നിട്ടുണ്ടെന്നും ഒരു വാർത്ത പരക്കുകയും ഇത് ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അബിസീനിയയിലേക്ക് യാത്ര പോയിട്ടുള്ള ആളുകൾ തിരിച്ചു വരികയും ചെയ്തു. പക്ഷേ അങ്ങനെ തിരിച്ചു വന്ന് അവർ നാട്ടിൽ കാല് കുത്തിയതും അവിടെ വെച്ചിട്ട് സൗദ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അന്ന് അവിടെ വെച്ചിട്ട് അവർ വളരെ നിരാലംബയായി എന്ന് നമുക്ക് പറയാം. പിന്നെ അതിൻ്റെ ബാക്കി ആ ഒരു വിഷയത്തിനെ കുറിച്ച് ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രവാചകന്റെ രണ്ടാമത്തെ പത്നിയായ സൗദ റളിയല്ലാഹു അൻഹ അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീരെ സൗന്ദര്യമില്ലാത്തൊരു സ്ത്രീ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഒരു തടിച്ച പ്രകൃതമാണ്, കുറിയ പ്രകൃതമാണ്. മാത്രമല്ല പ്രായാധിക്യം കാരണം ശാരീരിക അവശതകൾ ഒരുപാടുള്ളൊരു സ്ത്രീ ആയിരുന്നു. അതെല്ലാം തന്നെ തൻ്റെ ന്യൂനതകളായിട്ട് മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ തൻ്റെ ആശകളെല്ലാം മാറ്റിവെച്ച് ജീവിക്കുകയും ചെയ്തിരുന്ന ഒരു വനിതയായിരുന്നു സൗദ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ വൈകിട്ടാണ് തൻ്റെ ജീവിതത്തിലേക്ക് പിതൃവ്യ പുത്രൻ തന്നെ വിവാഹം കഴിക്കുക എന്നുള്ള ആഗ്രഹവുമായിട്ട് വരുന്നത്. കാരണം തൻ്റെ ശരീരപ്രകൃതവും
സൗന്ദര്യമില്ലായ്മയും കൊണ്ട് തന്നെ ആരും വിവാഹം കഴിക്കൂല എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് തൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഉള്ളിൽ അടക്കി വെച്ച് ജീവിച്ച ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു വിവാഹാലോചന വന്നപ്പോൾ അവർ സമ്മതിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ വിവാഹം കഴിച്ച് ജീവിക്കുകയും ചെയ്ത് വിവാഹ ജീവിതം എന്തെന്ന് അറിയുന്നതിന് മുമ്പാണ് അബ്സീനിയയിലേക്ക് പലായനം ചെയ്യുന്നത് അവർ. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആ ജീവിതത്തിൻ്റെ മാധുര്യം നന്നായിട്ട് അറിയുന്നതിന് മുമ്പ് തന്നെ ഭർത്താവ് മരണപ്പെടുകയും ചെയ്തു. അതോടുകൂടി തൻ്റെ ആശകളെല്ലാം നഷ്ടപ്പെട്ട് നിരാലംബയായി നീർക്കി ടീച്ചർ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ടൊരു ജീവിതമാണ് പിന്നെ അവർ നയിക്കേണ്ടി വന്നത്. കാരണം ഇസ്ലാം മതം സ്വീകരിച്ചതോടുകൂടി സ്വന്തം വീട്ടിൽ തന്നെ അന്യയായിട്ട് കഴിയേണ്ടി വന്നു. സ്വന്തം വീട്ടിൽ ശത്രുവാണ്, കുടുംബക്കാരുടെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലൊക്കെ അകറ്റി നിർത്തപ്പെട്ടവളായിട്ടാണ് പിന്നീട് അറിയപ്പെട്ടത്. അപ്പോൾ ഭർത്താവ് മരിച്ചതോടുകൂടി അതിൻ്റെ എന്താ പറയുക തീവ്രത വർദ്ധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഹൗല ബിൻത് ഹക്കീം സൗദാന്റെ കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ ഒരിക്കൽ പ്രവാചകന്റെ അടുത്ത് ചെന്നു. പ്രവാചകൻ ഇതുപോലെ തൻ്റെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടപ്പോൾ അതിലുള്ള വ്യസനത്തിലും വീട് നോക്കാൻ ആളില്ല, വീട്ടിലുള്ളതാണെങ്കിൽ പെൺകുട്ടികളാണ്, അവരാണെങ്കിൽ പക്വത എത്തിയിട്ടില്ല, അപ്പം അവരുടെ കാര്യം നോക്കാൻ ഒരാളില്ല. അപ്പം ഈ വിഷമത്തിലൊക്കെ കഴിയാണ്. തൻ്റെ ദാവത്തും കാര്യങ്ങളും കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനോ തൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയാനോ ആരും ഇല്ലാത്തതിൻ്റെ പ്രയാസമെല്ലാം പ്രവാചകൻ ഒരുപാട് അലട്ടിയിട്ടുണ്ട്. അപ്പം അവർ വന്നിട്ട് പ്രവാചകനോട് കാര്യങ്ങൾ പറയാണ്. അപ്പോൾ ഈ സൗദയുടെ കാര്യം പറഞ്ഞപ്പോൾ പ്രവാചകൻ എതിർപ്പൊന്നും പറഞ്ഞില്ല. അപ്പോൾ വേഗം ചെന്ന് സൗദയോട് പറഞ്ഞു, നിന്റെ എല്ലാ ന്യൂനതകളും കണ്ടുകൊണ്ട് നിന്നെ സ്വീകരിക്കാൻ ഒരാൾ തയ്യാറായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ സൗദ ആദ്യം വിശ്വസിച്ചില്ല. കാരണം അതൊരു സാധാരണ സ്ത്രീക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. പക്ഷെ അത് പ്രവാചകനാണെന്ന് അറിഞ്ഞപ്പോൾ അവർക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. കാരണം പിന്നെ ആ നാട്ടിലെ യുവതികൾ ഒരുപാട് പേർ പ്രവാചകനെ ആഗ്രഹിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ കൂടെ തന്നെയുള്ള ശിഷ്യന്മാർ, സഹാബിമാർ, ഇവരൊക്കെ തന്നെ പ്രവാചകന്റെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് തൻ്റെ പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സന്നദ്ധരായിട്ട് നിൽക്കുന്ന സമയമാണ്. പക്ഷെ ഇങ്ങനെ പ്രായം കൂടുതലുള്ള, കാണാൻ ഭംഗിയില്ലാത്ത, ശാരീരിക അവശതകൾ അലട്ടുന്ന സൗദയെ പ്രവാചകൻ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ആ നാട്ടിലെ പ്രമാണിമാരും സാധാരണ ജനങ്ങളും ഒരുപോലെ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. കാരണം ഖദീജ റളിയല്ലാഹു അൻഹ അക്കാലത്ത് അവിടുത്തെ നേതാക്കന്മാരുടെ ഒക്കെ സ്വപ്നമായിരുന്നു. പക്ഷെ അന്ന് ഖദീജ റളിയല്ലാഹു അൻഹ അവരെ ആരെയും സ്വീകരിച്ചില്ല. അന്ന് സാധാരണക്കാരനായ പ്രവാചകനെ സ്വീകരിച്ചു. ഇന്ന് പ്രവാചകനെ ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചപ്പോൾ പ്രവാചകനെ സാധാരണക്കാരിൽ സാധാരണക്കാരിയായ സൗദയെ തൻ്റെ ജീവിത സഖിയാക്കാൻ തീരുമാനിച്ചു. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, പ്രവാചകന് കേവലം സാമ്പത്തിക നേട്ടത്തിനോ അല്ലെങ്കിൽ ശാരീരിക സുഖത്തിനോ വേണ്ടിയിട്ടായിരുന്നില്ല വിവാഹം കഴിച്ചത്. താൻ വിവാഹം കഴിക്കുന്നതിലൂടെ ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് സുരക്ഷിതത്വവും അവരുടെ അഭിമാനം സംരക്ഷിക്കുക എന്നതുമായിരുന്നു അതിൽ പ്രധാന കാര്യം. അതാണ് സൗദ റളിയല്ലാഹു അൻഹയുടെ കാര്യത്തിൽ സംഭവിച്ചത്. അവരെ തൻ്റെ പത്നിയാക്കിയിട്ട് അവരെ പ്രവാചകൻ അങ്ങോട്ട് ആദരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സൗദ പ്രവാചകന്റെ ആ ഒരു വിവാഹാലോചന സ്വീകരിക്കുകയും അവർ തമ്മിലുള്ള നിക്കാഹ് നടക്കുകയും ചെയ്തു. അങ്ങനെയാണ് പ്രവാചകന്റെ ജീവിതത്തിലേക്ക് സൗദ റളിയല്ലാഹു അൻഹ കടന്നു വരുന്നത് എന്ന് പറഞ്ഞാൽ, പിന്നെ അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം നേരത്തെ ടീച്ചർ പറഞ്ഞല്ലോ, എന്തെങ്കിലും അതായത് ഒരു സ്ത്രീയെ ആഗ്രഹിച്ചു കൊണ്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയുള്ള വിവാഹങ്ങൾക്കൊക്കെ തയ്യാറാകുന്നത് എന്ന് നമുക്കിതൊന്ന് മനസ്സിലാക്കിയെടുക്കാം. അതിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് തരുണി മണികളുണ്ട് അവിടെ. പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ സാഹചര്യങ്ങളുണ്ട്. തൻ്റെ കൈയൊന്ന് ഞൊടിച്ചാൽ മതി, പ്രവാചകൻ അങ്ങനെയുള്ള തരുണി മണികളെയൊക്കെ കിട്ടും. എന്നാലും പ്രവാചകൻ്റെ ഓരോ വിവാഹത്തിനും അതിൻ്റെ പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയപരമായിരിക്കാം, സാമൂഹ്യപരമായിരിക്കാം, വിദ്യാഭ്യാസപരമായിരിക്കാം. എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് റസൂലുള്ള ഇങ്ങനെയൊക്കെയുള്ള വിവാഹങ്ങൾക്ക് തയ്യാറായി വരുന്നത്. ഇവിടെ തന്നെ സൗദ റളിയല്ലാഹു അൻഹയ്ക്ക് ശരിക്കും ബോധ്യമായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ
പിന്നെ തന്നെ, അതായത് ഒരു തൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം, എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ അവരുടെ ജീവിതമൊക്കെ ഇങ്ങനെയൊക്കെ ആയി മാറിയിരിക്കുന്നത്. അത് റസൂലുള്ളാഹിക്ക് ശരിക്കും അറിയാം. അത് റസൂലുള്ള മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് തന്നെ സ്വീകരിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും സൗദ റളിയല്ലാഹു അൻഹയ്ക്ക് ശരിക്കും ബോധ്യമായിട്ടുണ്ട്. അങ്ങനെയാണ് അപ്പോൾ ഏതായാലും അവരുടെ വിവാഹം ആ ഒരു രീതിയിൽ ഹൗല ഇടപെട്ടുകൊണ്ട് അവരുടെ വിവാഹം നടക്കുകയാണ്. അങ്ങനെ ആ വിവാഹ ജീവിതത്തിലേക്ക് കടന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ സത്യപ്രബോധന രംഗത്ത് ഒരുപാട് ആ പ്രബോധന രംഗത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. വീട്ടിലെ കാര്യം നോക്കാൻ ആരുമില്ല, കുട്ടികളെ നോക്കാൻ ആരുമില്ല. അപ്പോൾ ഈ പ്രബോധനമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വളരെ ക്ഷീണിച്ച് വരുന്ന സമയത്ത് അവരുടെ ആ ജീവിതത്തിനുണ്ടാകുന്ന അവർക്കൊരു ആശ്വാസം പകരാൻ വീട്ടിൽ ആരും ഇല്ലാത്തൊരവസ്ഥയിലാണ് സൗദ റളിയല്ലാഹു അൻഹ അവിടേക്ക് കയറി ചെല്ലുന്നതും അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുന്നതുമൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ജീവിതത്തിലേക്ക് ആരംഭിക്കുന്ന സമയത്ത് വീട് നോക്കിയിട്ടും കുട്ടികളുടെ കാര്യങ്ങൾ നോക്കിയിട്ടും അങ്ങനെ ആ വീടിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അങ്ങനെ കൂടുകയാണ്. അപ്പോൾ അവർ അവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണോ റസൂലുള്ളാഹിയെ ഒന്ന് സന്തോഷിപ്പിക്കാൻ തന്നെക്കൊണ്ട് പറ്റുന്നത് ആ രീതിയിൽ സന്തോഷിപ്പിക്കാനൊക്കെ സൗദ റളിയല്ലാഹു അൻഹ ഒരുപാട് മെനക്കെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ ഒരു തടിച്ചിട്ട് ഒരു കുറിയ ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ അവർ നടക്കുന്നത് കാണുന്ന സമയത്ത് തന്നെ റസൂലുള്ളാഹിക്ക് ചിരി വരുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താ, തന്നെ കാണുമ്പോൾ തന്നെ റസൂലുള്ളാഹിക്ക് ഒരു സമാധാനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തന്നെ കാണുമ്പോൾ റസൂലുള്ളാഹിക്ക് ഒരു സന്തോഷം വരുന്നുണ്ടല്ലോ, അത് തന്നെ അവരൊരു സന്തോഷമായിട്ട് പിന്നെ അവർക്ക് തോന്നുകയാണ്. ഒരിക്കലും അവർ നിസ്കരിക്കുന്ന സമയത്ത് പിന്നെ റുക്കൂ അങ്ങ് നീണ്ടുപോയ സമയത്ത് സൗദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, താങ്കളുടെ പിന്നെ ചോര ഇറ്റി വീഴുമോ എന്ന് ഞാൻ പേടിച്ചു പോയിന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ചെറിയ തമാശകളൊക്കെ ആയിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിരുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. പ്രവാചകന്റെ സന്തോഷമായിരുന്നു അവരുടെ സന്തോഷം. കാരണം ഒന്നുമില്ലാതെ നിന്ന എന്നെ പ്രവാചകൻ സ്വീകരിക്കുകയും ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നുള്ള ആ ഒരു പദവിയിൽ ശ്രേഷ്ഠത കൽപ്പിച്ച് അതിലേക്ക് തന്നെ കൊണ്ടുവരികയും ചെയ്തത് തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മറ്റൊന്നും അവർ ആഗ്രഹിച്ചിട്ടില്ല. അവർക്ക് ഈ ഉള്ള സുഖത്തില് പ്രവാചക പത്നി അത് മാത്രം മതിയായിരുന്നു അവർക്ക്. അവർ ആഗ്രഹിച്ചത് അങ്ങനെ തന്നെയാണ്. അവർ പ്രവാചകനോട് നേരിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്, എനിക്കൊന്നും വേണ്ട, അന്ത്യനാളിൽ എന്നെ പ്രവാചക പത്നിയായിട്ട് തന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചാൽ മതി എന്ന്. അത് പ്രവാചകൻ അത് മനസ്സുകൊണ്ട് സ്വീകരിക്കുകയും ചെയ്തു. ഏകദേശം ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷത്തിന് ശേഷമാണ് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചക പത്നിയായിട്ട് ഇവരുടെ വീട്ടിലേക്ക് എത്തുന്നത്. ആ സമയമായപ്പോഴേക്കും സൗദ റളിയല്ലാഹു അൻഹയുടെ പിന്നെ ശാരീരിക അവശതകൾ വർദ്ധിക്കുകയും വാർദ്ധക്യം വല്ലാതെ പിടിമുറുക്കുകയും ചെയ്തു. പക്ഷെ എന്നിരുന്നാലും ഒരു കൊച്ചു പെൺകുട്ടിയായ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിൽ അവർ വളരെയധികം സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആയിഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളും ആ വീട്ടിൽ ഒരുക്കി കൊടുക്കുവാനും അവളെ സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ട് സൗദ എന്നും ശ്രമിച്ചിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞത് തൻ്റെ ശാരീരികാവസ്ഥ വളരെ മോശമായെന്ന് മനസ്സിലായ സമയത്താണ് അവർ തൻ്റെ അടുത്ത് പ്രവാചകൻ വരുന്ന ആ ഊഴരാത്രി അത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വിട്ടുകൊടുത്തത്. തന്നെക്കൊണ്ട് ശാരീരികമായിട്ടൊന്നിനും കഴിയില്ല എന്നുള്ളൊരവസ്ഥ അവർ തിരിച്ചറിയുകയാണ് ചെയ്തത്. എന്നിട്ട് സ്വയം പ്രവാചകനോട് ഇത് പറയുകയും ചെയ്തു. പ്രവാചകനോട് അത് പറഞ്ഞ സമയത്താണ് പറഞ്ഞത്, എന്നെ താങ്കൾ ഉപേക്ഷിക്കരുത്, പകരം താങ്കളുടെ പ്രവാചക പത്നി എന്നുള്ള ആ ഒരു പദവി മാത്രം മതി എനിക്ക്, അന്ത്യനാളിൽ എനിക്ക് അങ്ങനെ തന്നെ എഴുന്നേൽക്കണം എന്ന്. അത് പ്രവാചകനെ അംഗീകരിക്കുകയും ചെയ്തു. അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുകയാണ് അവർ ചെയ്തത്. അവർ ആ ഒരു ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുകയാണ് അല്ലേ. അപ്പം അതിനുശേഷം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം ഹഫ്സ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ, ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോടൊന്നും മത്സരിക്കാൻ, അതായത് അങ്ങനെയുള്ള ആ ഒരു ജീവിതത്തിലേക്ക് തന്നെ കൊണ്ട് പറ്റില്ല എന്ന് അവർക്ക് നേരത്തെ ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അവരുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സൗദ റളിയല്ലാഹു അൻഹ തൻ്റെ ആ രാത്രി വിട്ടുകൊടുക്കുകയും അവരുടെ സന്തോഷം തൻ്റെ സന്തോഷമായിട്ട് കാണുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ പ്രവാചകനോട് പറഞ്ഞത്, താങ്കളുടെ ഭാര്യയായിട്ട് മരിക്കുക, അതാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം, അതിന് താങ്കൾ എന്നെ അനുവദിക്കണം, അതുകൊണ്ട് താങ്കൾ എന്നെ ഉപേക്ഷിക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടത് റസൂലുള്ളാഹിക്ക് ഒരു സന്തോഷമായിട്ടാണ്
തോന്നുന്നത്. അങ്ങനെ അത് എന്ന് പറഞ്ഞാൽ അവരൊരു എന്താ പറയുക, ആ ഭാര്യമാർക്കിടയിലുള്ള ഒരു ഇതുണ്ടല്ലോ, അതില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സൗദ റളിയല്ലാഹുവിൻ്റെ വാക്കുകൾ ഉപകാരപ്രദമായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ ഈ സൗദ റളിയല്ലാഹു അൻഹ പിന്നെ ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയും എന്ന് പറഞ്ഞാൽ ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ പോകുന്നതിൽ നിന്ന് പോലും അവരങ്ങനെ പിന്മാറി നിൽക്കുകയൊക്കെ ചെയ്യുകയാണ് ചെയ്തത്. ഹജ്ജത്തുൽ വദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഹജ്ജ് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ തൻ്റെ ഭാര്യമാരെയൊക്കെ കൊണ്ടുപോയിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ പിന്നെ സൗദ റളിയല്ലാഹുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ വളരെ അധികം ധർമ്മിഷ്ഠയായിരുന്നു. അവരുടെ ധർമ്മത്തിനെ കുറിച്ചിട്ട് ടീച്ചർക്ക് എന്താ പറയാനുള്ളത്, അവരുടെ ധർമ്മനിഷ്ഠയെ കുറിച്ചിട്ട്? പ്രവാചക പത്നിമാരിലെ വളരെ ഔദാര്യമുള്ളവൾ എന്ന് വിശേഷിപ്പിച്ചത് സൗദ റളിയല്ലാഹു അൻഹയെ കുറിച്ചിട്ടാണ്. കാരണം തൻ്റെ കയ്യിൽ എന്ത് കിട്ടിയാലും തനിക്ക് ആ സമയത്ത് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ബാക്കി മുഴുവനും ധർമ്മം ചെയ്ത് തീർക്കലായിരുന്നു അവരുടെ പ്രധാന പണി. പിന്നെ പ്രവാചകൻ വഫാത്തായതിനു ശേഷവും ബൈത്തുൽ മാലിൽ നിന്ന് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു പണം അതുപോലും സൂക്ഷിക്കാറില്ല. കാരണം അന്നന്ന് ആ സമയത്തുള്ള ആവശ്യങ്ങളെല്ലാം തീർത്തിട്ട് ബാക്കി എല്ലാ ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അവർക്ക്. അതിനെ കുറിച്ചിട്ടാണ് എല്ലാ സമയത്തും ധർമ്മനിഷ്ഠ കാത്തു സൂക്ഷിക്കുകയും പ്രവാചകൻ വഫാത്തായതിനു ശേഷം പ്രവാചക സ്മരണകളിൽ മുഴുകുകയും പ്രവാചകൻ എന്താണോ കൽപ്പിച്ചത് അതനുസരിച്ച് വീടിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും താല്പര്യപ്പെട്ട പ്രവാചക പത്നിയായിരുന്നു സൗദ റളിയല്ലാഹു അൻഹ. ഓക്കെ. അപ്പോൾ ഹൈബർ യുദ്ധത്തിൽ വെച്ചിട്ട് ആ നബിക്ക് ഒരു വിഹിതം കിട്ടിയിരുന്നില്ലേ, കാരക്കയും അതുപോലെ ഗോതമ്പ് മാവൊക്കെ, അതുപോലും എന്താ ചെയ്തത് അവര് അത് ഉടനെ ദാനം ചെയ്ത് തീർത്തു. അപ്പോൾ അത്രയും ധർമ്മനിഷ്ഠയായിരുന്നു നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അപ്പോൾ ചില സാഹചര്യങ്ങളെ കൊണ്ട് കടന്നു വരികയും അങ്ങനെ പല കുടുംബങ്ങളുമൊക്കെ ആലോചിച്ചിട്ട് വിവാഹം കഴിക്കുകയും അങ്ങനെ പ്രവാചകനോടൊപ്പം ജീവിതം നയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഈ മഹദി ഉമർ റളിയല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ ജീവിതത്തിൽ മരണത്തിന് ശേഷമാണ് മരിക്കുന്നത്. അതിനുശേഷം നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ പ്രവാചകൻ്റെ സ്മരണകളിൽ അങ്ങനെ അയവിറക്കിക്കൊണ്ട് അവരുടെ ഭാര്യയായിട്ട് ലോകം അറിയപ്പെടണം, അങ്ങനെ അള്ളാഹുവിൻ്റെ അടുത്ത് ആദരിക്കപ്പെടുന്ന ഒരു മഹദിയായിട്ട് മാറണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് പ്രവാചകൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അങ്ങനെ അവരുടെ ജീവിതം അവിടെ അവസാനിക്കുകയാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരിക്കുന്ന ഒരു സമയത്താണ്, ആ ഭരണകാലത്താണ് സൗദ റളിയല്ലാഹുവിൻ്റെ മരണം എന്ന് തോന്നുന്നില്ല ടീച്ചറെ? അതെ, അതിന് മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചക പത്നിയായിട്ട് വീട്ടിലേക്ക് വന്ന സമയത്ത് സൗദ റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ കുറിയ ആളായിരുന്നു എന്നുള്ളത്. ഒരിക്കല് ആയിഷ റളിയല്ലാഹു അൻഹ കുറിയവൾ എന്ന് പറഞ്ഞിട്ട് സൗദ റളിയല്ലാഹു അൻഹയെ ചൂണ്ടിക്കാണിച്ച് കുറിയവൾ എന്നൊരു ആംഗ്യം കാണിച്ചതാണ്. ആ ആംഗ്യം കാണിച്ച സമയത്ത് പ്രവാചകന് വല്ലാതെ ദേഷ്യം വന്നു. പ്രവാചകൻ പറഞ്ഞു, ആയിഷ നീ ഇപ്പോൾ പറഞ്ഞ കാര്യം കടലിൽ കലക്കിക്കഴിഞ്ഞാൽ ആ കടലിലെ വെള്ളം മുഴുവനും ദുഷിച്ചു പോകുന്നു. കാരണം നാവ് കൊണ്ട് മറ്റൊരാളെ ഉപദ്രവിക്കുന്നതിൻ്റെ ഗൗരവമാണ് പ്രവാചകൻ അവിടെ എടുത്തു കാണിച്ചത്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാത്ത സംഗതിയാണ്. കുറിയവളായാലും തടിച്ചവളായാലും നിറം കുറഞ്ഞതായാലും എന്തായാലും ഒരു വസ്ത്രധാരണ രീതിയെ വരെ തൻ്റെ നാവ് കൊണ്ട് ആക്ഷേപിക്കാൻ ശ്രമിക്കുകയും പരിഹസിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തൊരു തലമുറയിലാണ് നമ്മൾ ഇന്നുള്ളത്. അവർക്കുള്ള ഏറ്റവും നല്ല ഗുണപാഠമാണത്. വെറുതെ ഒന്ന് കാരണം കുറിയതാണ്, സൗദ കുറിയതാണ്, തടിച്ച പ്രകൃതമാണ്, ഭംഗിയില്ല, എല്ലാം എടുത്ത് പറയുന്നുണ്ട്. എന്നിട്ടും ആയിഷ റളിയല്ലാഹുവിനെ പറ്റി ആലോചിക്കണം, വളരെ ചെറിയ പ്രായമാണ്, കുട്ടിത്തം വിടാത്ത പ്രായമാണ്. ആ സമയത്താണ് അങ്ങനെ കാണിച്ചത്. എന്നിട്ട് പോലും പ്രവാചകൻ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അത് കടലിലെ വെള്ളം മുഴുവൻ ദുഷിച്ചു പോകുന്ന കടലിൽ എത്രത്തോളം വെള്ളമുണ്ട്, ഈ ഒരൊറ്റ വാക്കുകൊണ്ട് അത് ദുഷിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ നാവ് കൊണ്ട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് ആലോചിക്കുകയും അത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ഏത് രീതിയിൽ മുറിവേൽപ്പിക്കുമെന്നുള്ള കാര്യം ആലോചിക്കുകയും ചെയ്യേണ്ട നല്ലൊരു ഗുണപാഠം ഇതിലുണ്ട്. അപ്പോൾ ഇതാണ് സൗദ റളിയല്ലാഹു അൻഹയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ജീവിത രീതി. അപ്പോൾ ഗുണപാഠങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്, എങ്ങനെയൊക്കെ വന്നു എന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്തു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.